എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ദസ്തകിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിൽ വരുന്ന ജമീകോ ജാദു ആത്താ ഹേ എന്ന കവിതയാണ്. ഈ പുതിയ യൂണിറ്റിൽ നമുക്ക് മറ്റെന്തെല്ലാമാണ് പഠിക്കാനുള്ളത്? താഴേക്ക് നോക്കൂ. മാർച്ച് സംസ്മരണാത്മക് ലേക്ക്. സംസ്മരണാത്മക് ലേക്ക് എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ് എന്നാണ്. അപ്പോൾ മാർച്ച് എന്ന ഒരു ഓർമ്മക്കുറിപ്പും കൂടെ മറ്റെന്താണ്? ധൂപ് കി സന്ദൂക്ക് കവിത. ധൂപ് കി സന്ദൂക്ക് എന്ന ഒരു കവിതയുമാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. നമ്മുടെ 5ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പേജിൽ തന്നെ തന്നിരിക്കുന്ന ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. എന്തെല്ലാമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്? മേഘങ്ങളും പെയ്തിറങ്ങുന്ന മഴയും കൈവിരിച്ച് പുഞ്ചിരിച്ച് എല്ലാം ആസ്വദിക്കുന്ന മരവും പറന്നും നടന്നും ആനന്ദിക്കുന്ന പക്ഷികളെയും മുഖമുയർത്തി സന്തോഷത്തോടെ ചിരിക്കുന്ന പൂച്ചെടികളും എല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട്. എന്തിനാണ് ഇവരെല്ലാവരും ഇത്രമാത്രം ആസ്വദിക്കുന്നത്? അതറിയാൻ വേണ്ടി മുകളിൽ കൊടുത്തിരിക്കുന്ന വരികൾ നമുക്കൊന്ന് വായിക്കാം. ധർത്തി മുझे गोद में लेकर मौसम मौसम घुमाती है. ധർത്തി ഭൂമി, മുझे മേം പ്ലസ് കോ മുച്ച്കോ അല്ലെങ്കിൽ മുझे എനിക്ക്, എന്നെ എന്നീ അർത്ഥങ്ങൾ വരുന്നു. ഇവിടെ എന്നെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോതുമേം മടിയിൽ, ലേക്കർ ലേന എടുക്കുക, ലേക്കർ എടുത്തിട്ട്, മോസം കാലാവസ്ഥ അല്ലെങ്കിൽ ഋതുക്കൾ, ഖുമാന കറക്കുക അല്ലെങ്കിൽ ചുഴറ്റുക. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ധർത്തി മുझे गोद में लेकर, ഭൂമി എന്നെ മടിയിലെടുത്തിട്ട്, മോസം മോസം ഘുമാത്തി ഹേ, ഓരോ കാലാവസ്ഥകളിലും അല്ലെങ്കിൽ ഓരോ ഋതുക്കളിലും ചുറ്റിക്കറക്കുകയാണ് അല്ലെങ്കിൽ ചുഴറ്റുകയാണ്. ഇവിടെ മുझे എന്ന് പറയുന്നത് ഒരാളെ മാത്രമല്ല, നമ്മളിപ്പോൾ കണ്ട ചിത്രത്തിലെ എല്ലാവരെയുമാണ്. അപ്പോൾ ചിത്രത്തിലെ എല്ലാവരും വളരെ സന്തോഷിക്കുന്നതും ആസ്വദിക്കുന്നതും ആനന്ദിക്കുന്നതും ആരെക്കുറിച്ച് ഓർത്താണ്? അതെ, ഭൂമിയെ, ധർത്തി. നമ്മുടെ ഭൂമിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ സവിശേഷതകളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നതാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഋതുക്കൾ മാറി മാറി വരുന്നത്. നമ്മുടെ ഭൂമിയിൽ മഴക്കാലവും വേനൽക്കാലവും തണുപ്പുകാലവും എല്ലാം സമയത്തിനനുസരിച്ച് വന്നു പോകുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഭൂമി എല്ലാ ജീവജാലങ്ങളെയും തന്റെ മടിയിലിരുത്തി മാറി മാറി വരുന്ന ഓരോ കാലാവസ്ഥയെയും ചുറ്റിക്കറക്കി കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇനി ചുവടെയുള്ള ചോദ്യം ശ്രദ്ധിക്കൂ. ധർത്തി കിൻ കിൻ കോ അപ്നി ഗോദ് മേം ലേത്തി ഹേ. കിൻ കിൻ ആരെയെല്ലാം, അതായത് ഭൂമി ആരെയെല്ലാമാണ് തന്റെ മടിയിൽ എടുത്തിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഭൂമി ആരെയെല്ലാമാണ് തന്റെ മടിയിൽ വെച്ചിരിക്കുന്നത്? അതെ, എല്ലാ ജീവികളെയും, എല്ലാ മരങ്ങളെയും ചെടികളെയും ഒക്കെയാണ്, അല്ലേ? അപ്പോൾ ഇതിന്റെ ഉത്തരം നമുക്കൊന്ന് ഹിന്ദിയിൽ എഴുതി നോക്കാം. धरती सब प्राणियों को और पेड़ पौधों को अपनी गोद में लेती है. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ ഭൂമിയിലെ പലതരത്തിലുള്ള രസമുള്ള പ്രത്യേകതകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കവിതയിലേക്ക് വരാം. എന്തായിരുന്നു നമ്മുടെ കവിതയുടെ പേര്? ജമീകോ ജാദു ആത്താ ഹേ. ജമീൻ ഭൂമി, ജാദു മാജിക്. ജമീൻകോ ജാദു ആത്താ ഹേ. ഭൂമിക്ക് മാജിക് അറിയാം. എന്ത് മാജിക് ആയിരിക്കും ഭൂമിക്കറിയാവുന്നത്? അതറിയാൻ വേണ്ടി നമുക്ക് കവിത വായിച്ച് മനസ്സിലാക്കാം. കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപേ നമുക്ക് ഈ കവിത എഴുതിയ കവിയെ ഒന്ന് പരിചയപ്പെടാം. ഗുൽസാർ. ആപ്കാ അസലി നാം സമ്പൂർണ്ണ സിംഗ് കാൽറാ ഹേ. ആപ്കാ അദ്ദേഹത്തിന്റെ, അസലി നാം ശരിയായ പേര്. അപ്പോൾ ഗുൽസാർജിയുടെ ശരിയായ പേര് സമ്പൂർണ്ണ സിംഗ് കാൽറ എന്നാണ്. ഗീത്കാർ, കഹാനിക്കാർ, കവി, സിനിമാ നിർദ്ദേശക്, പട്കഥാകാർ ആദി കൈ ക്ഷേത്രോ മേ മഷ്ഹൂർ. ഗീത്കാർ ഗാനരചയിതാവ്, സിനിമാ നിർദ്ദേശക് സിനിമാ സംവിധായകൻ, പട്കഥാകാർ തിരക്കഥാകൃത്ത്, മഷ്ഹൂർ പ്രശസ്തൻ. അദ്ദേഹം ഗാനരചയിതാവ്, കഥാകൃത്ത്, കവി, സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ പല മേഖലകളിലും വളരെ പ്രശസ്തനാണ്. 18 അഗസ്റ്റ്
1936 को अविभक्त भारत में पंजाब के झेलम जिले में आपका जन्म हुआ. അദ്ദേഹം 1936 ഓഗസ്റ്റ് 18 പഞ്ചാബിലെ ഝേലം എന്ന ജില്ലയിലാണ് ജനിച്ചത്. അദ്ദേഹം ജനിച്ച സമയത്ത് ഇന്ത്യയുടെ വിഭജനം നടന്നിട്ടില്ലായിരുന്നു. ഇന്ത്യ വിഭജനം നടന്നത് 1947 അതുകൊണ്ടാണ് അവിഭക്ത ഭാരതത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നിവിടെ പറഞ്ഞത്. സ്ലംഡോഗ് മിലിയനെയർ नामक फिल्म के गीत जय हो के लिए 2009 को ഓസ്കാർ പുരസ്കാർ മില. നമുക്കെല്ലാവർക്കും പരിചിതമാണ് സ്ലംഡോഗ് മിലിയനെയർ എന്ന സിനിമ. അതിലെ AR റഹ്മാൻ സംഗീതം നൽകിയ ജയ് ഹോ എന്ന ഗാനം ഏറെ പ്രശസ്തവുമാണ്. ആ ഗാനം എഴുതിയിരിക്കുന്നത് നമ്മുടെ ഗുൽസാർജിയാണ്. ഇതിന് അദ്ദേഹത്തിന് 2009 ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2010 का ग्रैमी पुरस्कार, दादा साहेब फाल्के पुरस्कार, पद्मभूषण, സാഹിത്യ അക്കാദമി പുരസ്കാർ ആദിസെ സമ്മാനിത്. അദ്ദേഹത്തിന് ലഭിച്ച മറ്റു പുരസ്കാരങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജംഗൽ നാമ, ബോസ്കി ക പഞ്ചതന്ത്ര, ദായാം ബായാം, പാജി ആദി കൈ കിതാബേം. അദ്ദേഹം എഴുതിയ ഒരുപാട് പുസ്തകങ്ങളിൽ ചില പുസ്തകങ്ങളെയാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തി തന്നത്. ഇനി നമുക്ക് ഗുൽസാർജി ഈ കവിതയിൽ പറയുന്ന ഭൂമിയുടെ മാജിക്കുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കവിതയൊന്ന് വായിക്കാം. ജമീൻ കോ ജാദു ആതാ ഹൈ, യേ മേരേ ഭാഗ് കി മിട്ടി കോ കുച്ച് തോ ഹൈ, യേ ജാദുയി ജമീൻ ഹൈ ക്യാ, ജമീൻ കോ ജാദു ആതാ ഹൈ. अगर अमरूद बीजू में तो ये अमरूद देती है, अगर जामुन की गुठली डालूं तो जामुन देती है, करेला तो करेला, नींबू तो नींबू. अगर मैं फूल मांगू तो गुलाबी फूल देती है, मैं जो रंग दूं उसे वो रंग देती है, ये सारे रंग क्या उसने नीचे छुपा रखे हैं मिट्टी में. बहुत खोदा मगर कुछ भी नहीं निकला, जमीन को जादू आता है. जमीन को जादू आता है, बड़े करतब दिखाती है, ये लंबे लंबे ऊंचे ताड़ के जब पेड़ उंगली पर उठाती है तो गिरने भी नहीं देती, हवाएं खूब लाती है, जमीन हिलने नहीं देती. मेरे हाथों से शरबत दूध पानी कुछ गिरे सब टीक जाती है, ये कितना पानी पीती है, खटक जाती है जितना दो. इसे लोटे से दो या बाल्टी से या नल दिन भर घुला रख दो, गजब है पेट भरता ही नहीं इसका. सुना है ये नदी को भी छुपा लेती है अंदर, जमीन को जादू आता है. जमीन के नीचे क्या चीनी की घाने हैं, कटाई की चट्टाने हैं, फलों में मीठा कैसे डालती है ये जमीन, लाती कहाँ से है. अनारों बैरों और आमों में सेबों में सभी मीठों में भी मीठे अलग है, कि पत्ते खाओ तो फीके हैं और फल मीठे लगते हैं. मौसम्बी मीठी है ते नींबू खट्टा है, यकीनन जादू आता है. वगरना बांस फीका सख्त और गन्नों में रस क्यों है. ഭൂമിയോടുള്ള സംശയങ്ങളും ഭൂമിയുടെ അത്ഭുതങ്ങളും നിറഞ്ഞ ഈ കവിത എല്ലാവരും ആ ഒരു ഭാവത്തിൽ തന്നെ ചൊല്ലാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കവിതയിൽ ഗുൽസാർജി എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റാൻസ നോക്കൂ. യേ മേരേ ഭാഗ് കി മിട്ടി കോ കുച്ച് തോ ഹേ, യേ ജാദുയി ജമീൻ ഹേ ക്യാ, ജമീൻ കോ ജാദു ആതാ ഹേ. യേ ഇത്, ഈ, മേരേ മെം പ്ലസ് കെ മേരേ എന്റെ, ബാഗ് പൂന്തോട്ടം അല്ലെങ്കിൽ തോട്ടം, മിട്ടി മണ്ണ്, കുച്ച് തോഹേ എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. എന്തോ ഒന്നാണ് എന്നതാണ് അതിന്റെ അർത്ഥം. ജാദുയി മാജിക് അല്ലെങ്കിൽ മായാജാലം, ജമീൻ ഭൂമി, ജാദു മാജിക്. എന്താണ് കവി ഇവിടെ പറയുന്നത്? യേ മേരേ ഭാഗ് കി മിട്ടി കോ കുച്ച് തോഹേ, എന്റെ പൂന്തോട്ടത്തിലെ അല്ലെങ്കിൽ എന്റെ തോട്ടത്തിലെ മണ്ണിന് എന്തോ ഒന്നുണ്ട്. അതായത് എന്തോ ഒരു പ്രത്യേകത എന്റെ ഈ പൂന്തോട്ടത്തിലെ അല്ലെങ്കിൽ തോട്ടത്തിലെ മണ്ണിനുണ്ട്. ഈ ജാദുയി ജമീൻ ഹേ ക്യാ, ഇത് മാജിക്കുള്ള ഭൂമി എങ്ങാനുമാണോ അല്ലെങ്കിൽ ഇത് മാജിക്കുള്ള മണ്ണെങ്ങാനുമാണോ? ജമീൻ കോ ജാദു ആതാ ഹേ, ഭൂമിക്ക് മാജിക് അറിയാം.
ഇവിടെ തോട്ടത്തിലെ അല്ലെങ്കിൽ പൂന്തോട്ടത്തിലെ മണ്ണിൽ എങ്ങനെയാണ് ഭൂമി മായാജലം കാഴ്ചവെക്കുന്നത്? അതറിയാൻ വേണ്ടി നമുക്ക് അടുത്ത വരികളിലേക്ക് പോകാം. अगर अमरूद बीजू में तो ये अमरूद देती है, अगर जामुन की गुठली डालूं तो जामुन देती है, करेला तो करेला, नींबू तो नींबू. अगर എങ്കിൽ, അമ്രൂദ് പേരയ്ക്ക, ബീജ് വിത്ത്, ജാമുൻ ഞാവൽപ്പഴം, ഗുഡ്ലി ഞാവൽക്കുരു, ഡാൽന ഇടുക, കരേല പാവയ്ക്ക, നീമ്പു നാരങ്ങ. കവി പറയുകയാണ്, അഗർ അമ്രൂദ് ബീജു മേ തോ യേ അമ്രൂദ് ദേത്തി ഹേ. ഞാൻ ഈ തോട്ടത്തിലെ മണ്ണില് പേരക്കയുടെ വിത്തിടുകയാണെങ്കിൽ, അതായത് പേരക്ക നടുകയാണെങ്കിൽ ഭൂമി എനിക്ക് പേരക്ക തരുന്നുണ്ട്. അഗർ ജാമുൻ കി ഗുട്ട്ലി ഡാലു തോ ജാമുൻ ദേത്തി ഹേ. ഇനി ഞാവൽപ്പഴത്തിന്റെ കുരു മണ്ണിലിടുകയാണെങ്കിൽ ഞാവൽപ്പഴം എനിക്ക് തരുന്നുണ്ട്. കരേല തോ കരേല, പാവയ്ക്ക നടുകയാണെങ്കിൽ പാവയ്ക്ക തരുന്നുണ്ട്. നീമ്പു തോ നീമ്പു, ഇനി നാരങ്ങ നടുകയാണെങ്കിലോ ഭൂമി എനിക്ക് നാരങ്ങയും തരുന്നുണ്ട്. ഇനി എന്താണ് ഭൂമിയുടെ മാജിക്കുകൾ? അടുത്ത വരികൾ നോക്കൂ. अगर मैं फूल मांगू तो गुलाबी फूल देती है, मैं जो रंग दूं उसे वो रंग देती है, ये सारे रंग क्या उसने नीचे छुपा रखे हैं मिट्टी में, बहुत खोदा मगर कुछ भी नहीं निकला, जमीन को जादू आता है. फूल പുഷ്പം, മാങ്കുന ആവശ്യപ്പെടുക, ഗുലാബി ഫൂൽ ചുവന്ന പൂവ്, അതായത് റോസാപ്പൂവ്, രംഗ് നിറം, സാരേ രംഗ് എല്ലാ നിറവും, നീച്ചെ അടിയിൽ അല്ലെങ്കിൽ ചുവടെ, ചുപ്പാന ഒളിപ്പിക്കുക, രഖ്ന വയ്ക്കുക, ബഹുത് വളരെ, ഖോദന ഒഴിക്കുക, മഗർ പക്ഷേ അല്ലെങ്കിൽ എന്നാൽ, നിക്കൽന പുറത്തുവരിക. ഭൂമിയുടെ അടുത്ത വിശേഷത കവി പറയുകയാണ്, അഗർ മേ ഫൂൽ മാംഗൂ തോ ഗുലാബി ഫൂൽ ദേത്തി ഹേ. ഞാൻ ഭൂമിയോട് ഫൂൽ അഥവാ പൂവ് ആവശ്യപ്പെടുകയാണെങ്കിൽ തോ ഗുലാബി ഫൂൽ ദേത്തി ഹേ, എനിക്ക് ഭൂമി ഗുലാബി ഫൂൽ ചുവന്ന പുഷ്പം തരും. മേ ജോ രംഗ് ദോ ഉസേ വോ രംഗ് ദേത്തി ഹേ, ഞാൻ ഏത് നിറവും ഭൂമിക്ക് കൊടുത്താലും വോ രംഗ് ദേത്തി ഹേ, ആ നിറം തന്നെ എനിക്ക് തരുന്നുണ്ട്. അതായത് ഞാൻ ഏത് നിറം ഭൂമിക്ക് കൊടുത്താലും വോ രംഗ് ദേത്തി ഹേ, ആ നിറം തന്നെ ഭൂമി എനിക്ക് തിരിച്ചു തരുന്നുണ്ട്. അതായത് ഞാൻ ഭൂമിയിൽ ഏത് നിറത്തിലുള്ള പുഷ്പം നട്ടാലും ആ നിറത്തിലുള്ള പുഷ്പം തന്നെ എനിക്ക് ഭൂമി തരുന്നുണ്ട്. യേ സാരേ രംഗ് ക്യാ ഉസ്നെ നീച്ചെ ഛുപാ രഖേ ഹേ മിട്ടി മേ. ഭൂമിയുടെ ഈ വർണ്ണാഭമായ പ്രത്യേകത കണ്ടിട്ട് കവി ചോദിക്കുകയാണ്, ഈ എല്ലാ നിറവും ഭൂമി മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? ബഹുത് ഖോദ മഗർ കുച്ച് ഭി നഹി നിക്കല. ഭൂമി മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെച്ച നിറങ്ങൾ എടുക്കാൻ വേണ്ടി ഒരുപാട് കുഴിച്ചു നോക്കി, പക്ഷെ എന്താണ് സംഭവിച്ചത്? കുച്ച് ഭി നഹി നിക്കല, പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല. ജമീൻ കോ ജാദു ആതാ ഹേ, ഭൂമിക്ക് മാജിക് അറിയാം. കൂട്ടുകാരെ, അപ്പോൾ ഭൂമി എന്തെല്ലാം മാജിക്കുകളാണ് മണ്ണിൽ കാഴ്ചവെച്ചിരിക്കുന്നത്? നമ്മൾ ഏത് തരത്തിലുമുള്ള പഴവർഗ്ഗങ്ങൾ ഭൂമിയിൽ നടുകയാണെങ്കിൽ ആ പഴവർഗ്ഗങ്ങൾ തന്നെ നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് നിറത്തിലുള്ള പുഷ്പം നടുകയാണെങ്കിലും ആ നിറത്തിൽ തന്നെയുള്ള സുന്ദരമായ സൗരഭ്യമുള്ള പുഷ്പങ്ങൾ ഭൂമി നമുക്ക് തരുന്നുണ്ട് എന്നെല്ലാമാണ്. ഭൂമിയുടെ മായാജാലങ്ങൾ എത്ര സുന്ദരമായ യാഥാർത്ഥ്യങ്ങളാണ് അല്ലെ? ഇനി അടുത്ത വരികൾ ശ്രദ്ധിക്കൂ. ജമീൻ കോ ജാദു ആതാ ഹേ, ബഡേ കർത്തബ് ദിഖാത്തി ഹേ, യെ ലംബേ ലംബേ ഊഞ്ചേ താഡ് കെ ജബ് पेट उंगली पर उठाती है तो गिरने भी नहीं देती, हवाएं खूब हिलाती है, जमीन हिलने नहीं देती. बड़े വലിയ, കർത്തബ് പ്രവൃത്തി, ദിഖാന കാണിക്കുക, ലംബേ ലംബേ നീളമുള്ള, ഊഞ്ചെ ഉയരമുള്ള, താട് പന, പേട് മരം, ഉംഗലി വിരൽ, ഉഠാന ഉയർത്തുക അല്ലെങ്കിൽ വഹിക്കുക, ഗിർന വീഴുക, ഹവ കാറ്റ്, ഖൂബ് നല്ല അല്ലെങ്കിൽ വളരെയധികം, ഹിലാന ഇളക്കുക, ഹിൽന ഇളകുക. എന്താണ് ഈ വരികളിൽ കവി പറയുന്നത്? ജമീൻകോ ജാദു ആതാ ഹേ, ഭൂമിക്ക് എന്താണ് അറിയുന്നത്? അതെ, ഭൂമിക്ക് മാജിക് അറിയാം. ബഡേ കർത്തബ് ദിഖാത്തി ഹേ,
വലിയ വലിയ പ്രവൃത്തികളാണ് ഭൂമി കാണിക്കുന്നത്. ഇനി എന്ത് വലിയ പ്രവൃത്തിയാണ് ഭൂമി നമ്മളെ മായാജലമായി കാണിക്കുന്നത്? അടുത്ത വരി നോക്കൂ. ये लंबे लंबे ऊंचे ताड़ के जब पेट उंगली पर उठाती है. നമ്മുടെ കവിതയിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. തലയിൽ തൊപ്പിയും കോട്ടും ധരിച്ചിരിക്കുന്ന നമ്മുടെ മജീഷ്യൻ ഭൂമിയെ നിങ്ങൾ കാണുന്നില്ലേ? ഭൂമിയുടെ കൈവിരൽ കൊണ്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്തിനെയാണ്? പനമരത്തെയാണ്. ഈ കാര്യം തന്നെയാണ് നമ്മുടെ വരികളിലും പറയുന്നത്. അതായത് ലംബേ ലംബേ ഊഞ്ചേ, വളരെ നീളവും വളരെ ഉയരവുമുള്ള താഡ്കെ പേട്, പനമരങ്ങളെല്ലാം ഉംഗലി പർ ഉഠാത്തി ഹേ, ഭൂമി തന്റെ വിരലുകൊണ്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ശക്തമായ കരിമ്പനകളെല്ലാം ഭൂമിയുടെ വിരൽ വിട്ട് നിലത്ത് വീണുപോകുന്നുണ്ടോ? അടുത്ത വരി ശ്രദ്ധിക്കൂ. തോ ഗിർനെ ഭി നഹീ ദേത്തി. എന്നാൽ അവയൊന്നും വീണു പോകുന്നില്ല. ഹവായേ ഖൂബ് ഹിലാത്തി ഹേ, വളരെ ശക്തമായ കാറ്റുകൾ ഈ പനമരത്തെ ഇളക്കുന്നുണ്ട്. എന്നാലോ ജമീൻ ഹിൽനെ നഹീ ദേത്തി, ഭൂമി ഇളകുന്നില്ല. കാരണം എന്താണ്? അത്രയും ശക്തിയാണ് ഭൂമിക്ക് ഉള്ളത്. ഈ വരികളിലൂടെ ഭൂമിയുടെ എന്ത് മാജിക്കാണ് നമുക്ക് മനസ്സിലായത്? അതെ, കരിമ്പന പോലുള്ള ഒരുപാട് നീളവും വളരെ ഉയരവുമുള്ള വലിയ വലിയ മരങ്ങളെയെല്ലാം ഭൂമി തന്റെ വിരൽ തുമ്പുകൊണ്ട് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഭൂമിയുടെ ഈ മായാജാലം എത്ര രസത്തോടെയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്, അല്ലേ? ഇനി അടുത്ത വരികൾ ശ്രദ്ധിക്കൂ. മേരെ ഹാത്തോ സെ ശർബത്ത് ദൂത് പാനി കുച്ച് ഗിരെ സബ് ടീക് ജാത്തി ഹെ. യെ കിത്നാ പാനി പീത്തി ഹെ, ഘടക് ജാത്തി ഹെ ജിത്നാ ദോ. ഹാത്തോം കൈകൾ, ഷർബത്ത് ജ്യൂസ്, ദൂത് പാൽ, പാനി വെള്ളം, ഗിർന വീഴുക, സബ് എല്ലാം, ഡീക് ജാന കുടിക്കുക, കിത്ന എത്ര, പീന കുടിക്കുക, ഘടക്ന ആഗിരണം ചെയ്യുക അല്ലെങ്കിൽ വലിച്ചെടുക്കുക. ഭൂമിയുടെ അടുത്ത മാജിക് എന്താണ് കവി ഈ വരികളിൽ പറയുന്നത്? മേരെ ഹാത്തോ സെ ശർബത്ത് ദൂത് പാനി കുച്ച് ഗിരെ. എന്റെ കൈകളിൽ നിന്ന് ജ്യൂസ്, പാല്, വെള്ളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണു പോവുകയാണെങ്കിൽ സബ് ഡീക് ജാത്തി ഹേ, എല്ലാം തന്നെ കുടിച്ചു കളയും. ആരാണ് ഇവിടെ കുടിക്കുന്നത്? അതെ, ഭൂമി. അതായത് നമ്മുടെ കൈകളിൽ നിന്നും പല പാനീയങ്ങളും നിലത്ത് വീണു പോകാറുണ്ട്, അല്ലേ? ഈ പാനീയങ്ങളൊക്കെ നിലത്ത് കെട്ടിക്കിടക്കുകയാണോ ചെയ്യുക? അല്ല, അതെല്ലാം പെട്ടെന്ന് തന്നെ ഭൂമി വലിച്ചു കുടിച്ചു കളയും. യെ കിത്നാ പാനി പീത്തി ഹേ, ഈ ഭൂമി എത്രത്തോളം വെള്ളമാണ് ഈ കുടിക്കുന്നത്? ഘടക് ജാത്തി ഹേ ജിത്നാ ദോ, അളവില്ലാതെ എത്രത്തോളം പാനീയങ്ങൾ കൊടുത്താലും അതെല്ലാം ഭൂമി വലിച്ചെടുക്കും. ഈ വരികളിൽ ഭൂമിയുടെ എന്ത് മായാജലമാണ് നിങ്ങൾക്ക് മനസ്സിലായത്? അതെ, ഭൂമിയിലേക്ക് ജ്യൂസ്, പാല്, വെള്ളം അങ്ങനെ തുടങ്ങി പല തരത്തിലുമുള്ള പാനീയങ്ങൾ നിലത്തു വീണു പോവുകയാണെങ്കിലും അവയെല്ലാം ഭൂമി പെട്ടെന്ന് തന്നെ കുടിക്കും അല്ലെങ്കിൽ വലിച്ചെടുക്കും എന്നാണ്. ഇനി അടുത്ത വരികൾ ശ്രദ്ധിക്കൂ. ഇസേ ലോട്ടെ സേ ദോ യാ ബാൾട്ടി സേ യാ നൽ ദിൻ ഭർ ഖുലാ രഖ് ദോ, ഗജബ് ഹേ പേട് ഭർത്താ ഹി നഹീ ഇസ്കാ, സുനാ ഹേ യെ നദി കോ ഭി छुपा लेती है अंदर, ജമീൻ കോ ജാദു ആതാ ഹേ. ലോട്ട മൊന്ത, ബാൾട്ടി ബക്കറ്റ്, നൽ പൈപ്പ് അല്ലെങ്കിൽ ടാപ്പ്, ദിൻ ഭർ ദിവസം മുഴുവനും, ഖുലാ രഖ്ന തുറന്നു വയ്ക്കുക, ഗജബ് അതിശയം, പേട്ട് ഭർന വയറ് നിറയുക, നദി നദി, ചുപ്പാന ഒളിപ്പിച്ചു വെക്കുക, അന്തർ ഉള്ളിൽ അല്ലെങ്കിൽ അകത്ത്. ഭൂമിയുടെ അടുത്ത മായാജാലം എന്താണ്? ഇസെ ലോട്ടെ സേ ദോ യാ ബാൾട്ടി സേ, ഭൂമിക്ക് വെള്ളം മുന്തയിൽ കൊടുക്കൂ അല്ലെങ്കിൽ ബക്കറ്റിൽ കൊടുക്കൂ. അതുമല്ലെങ്കിൽ നൽ ദിൻ ഭർ ഖുലാ രഖ് ദോ, പൈപ്പ് ദിവസം മുഴുവൻ തുറന്നു വയ്ക്കൂ. എന്നാലോ ഗജബ് ഹേ, വളരെ അതിശയമാണ്, പേട്ട് ഭർത്താ ഹി നഹീ ഇസ്കാ, ഭൂമിയുടെ വയറ് ഒരിക്കലും നിറയില്ല. അതായത് ഭൂമിയിലേക്ക് എത്രത്തോളം വെള്ളം ഒഴുക്കിവിട്ടാലും ഭൂമി അതെല്ലാം വലിച്ചെടുക്കും. ഭൂമി ഒരിക്കലും നിറഞ്ഞു കവിയില്ല. സുനാ ഹേ യെ നദി കോ ഭി ഛുപാ ലേത്തി ഹേ അന്തർ. കവി കേട്ടിട്ടുണ്ട് ഭൂമി ഉള്ളിൽ നദിയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന്.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ ജലസ്രോതസ്സുകളെയാണ്. നമ്മൾ കുടിക്കുന്ന ശുദ്ധമായ കിണർവെള്ളമെല്ലാം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അതെ, ഭൂമിക്കടിയിൽ നിന്നാണ്. ജമീൻ കോ ജാദു ആതാ ഹെ. ഭൂമിക്ക് മായാജാലമറിയാം. ഈ വരികളിൽ ജലം കൊണ്ടുള്ള മായാജാലമാണ് ഭൂമി കാഴ്ചവെക്കുന്നത്, അല്ലേ? ഭൂമിയിലേക്ക് എത്രത്തോളം വെള്ളമൊഴിച്ചാലും അതങ്ങ് ഇറങ്ങിപ്പോകും. ഭൂമിയുടെ വയറ് ഒരിക്കലും നിറയില്ല. അതുപോലെ ജലസ്രോതസ്സുകളെല്ലാം സംരക്ഷിക്കുന്ന കലവറ തന്നെയാണ് നമ്മുടെ ഭൂമി. എത്ര മനോഹരമാണ് ഭൂമിയുടെ ഓരോ മായാജാലങ്ങളും, അല്ലേ? ഇനി അടുത്ത വരികൾ ശ്രദ്ധിക്കൂ. ജമീൻ കെ നീച്ചെ ക്യാ ചീനി കി ഖാനെ ഹെ, ഗഠായി കി ചട്ടാനെ ഹെ, ഫലോ മേ മീഠ കൈസാ ഡാൽത്തി ഹെ യെ ജമീൻ, ലാത്തി കഹാ സെ ഹെ. ചീനി, പഞ്ചസാര. ഖനി, ഖനി അല്ലെങ്കിൽ കുഴി. ഘടായി, പുളിരസം. ചട്ടാൻ, പാറ. ഫലോം, പഴങ്ങൾ. മീഠ, മധുരമുള്ള. കേസെ, എങ്ങനെ. ഡാൽന, ഇടുക. ലാന, കൊണ്ടുവരിക. ഈ വരികളിൽ കവി ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. എന്തെല്ലാമാണ്? ജമീൻ കെ നീച്ചെ ക്യാ ചീനി കി ഖാനെ ഹെ. ഭൂമിയുടെ അടിയിൽ എന്താ പഞ്ചസാരക്കുഴികളുണ്ടോ? അല്ലെങ്കിൽ ഗഠായി കി ചട്ടാനെ ഹെ, പുളിരസമുള്ള പാറകളുണ്ടോ? ഫലോമേ മീഠ കൈസെ ഡാൽത്തി ഹെ യെ ജമീൻ. പിന്നെങ്ങനെയാണ് ഈ ഭൂമി പഴങ്ങളിൽ ഇത്ര മധുരമിടുന്നത്? ലാത്തി കഹാസെ ഹെ, എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഈ വരികളിൽ കവി എന്താണ് പറയുന്നത്? നമ്മുടെ ഭൂമിയുടെ അടിയിൽ പഞ്ചസാരക്കുഴിയോ അല്ലെങ്കിൽ പുളിപ്പുള്ള പാറയോ മറ്റോ ഉണ്ടോ? പിന്നെ എങ്ങനെയാണ് ഭൂമി പഴങ്ങളിലെല്ലാം മധുരവും പുളിപ്പുമെല്ലാം നിറയ്ക്കുന്നത്? ഇതെല്ലാം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇതൊക്കെ ഭൂമിയുടെ ഒരു അത്ഭുതം തന്നെ, അല്ലേ? ഇനി അടുത്ത വരികൾ ശ്രദ്ധിക്കൂ. अनारों, बैरों और आमों में, सेबों में, सभी मीठों में भी मीठे अलग है कि पत्ते खाओ तो फीके हैं और फल मीठे लगते हैं. अनार, മാതള നാരങ്ങ. ബയർ, ഈന്തപ്പഴം. ആം, മാങ്ങ. സേബ്, ആപ്പിൾ. അലഗ്, വ്യത്യസ്തം. പത്ത, ഇല. ഫീക്ക, സ്വാദില്ലാത്ത. കവി പറയുകയാണ്, ഓരോരോ പഴങ്ങളിലും ഓരോരോ സ്വാദാണുള്ളത്. അനാർ മാതള നാരങ്ങയിലും, ബേർ ഈന്തപ്പഴത്തിലും, ആം മാങ്ങയിലും, സേബ് ആപ്പിളിലും തുടങ്ങി എല്ലാവിധ മധുരമുള്ള പഴങ്ങളിലും മീഠേ അലഗ് ഹേ, മധുരം വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരും ഈ പഴവർഗ്ഗങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ ഇതിന്റെ സ്വാദ് ഒന്ന് തന്നെയാണോ? അല്ല, വ്യത്യസ്തമാണ്. കി പത്തേ ഖാവോ തോ ഫീക്കേ ഹെ. എന്നാൽ ഈ പഴവർഗ്ഗങ്ങളുടെ എല്ലാം ഇല കഴിച്ചു നോക്കിയാലോ? അതെന്തായിരിക്കും? ഫീക്കേ ഹെ, സ്വാദില്ലാത്തതായിരിക്കും. എന്നാൽ ഫൽ മീഠേ ലഗ്തേ ഹെ, പഴം സ്വാദുള്ളതായിരിക്കും, പഴം മധുരമുള്ളതായിരിക്കും. മൗസംബി മീഠി ഹെ ते नींबू खट्टा है, यकीनन जादू आता है, वगरना बाम्स फीका सत और गन्नों में रस क्यों है. मौसम्बी, മൂസമ്പി പഴം. നീമ്പു, നാരങ്ങ. ഘട്ട, പുളിയുള്ള. യക്കീനൻ, തീർച്ചയായും. വഗർ, പക്ഷേ. ബാംസ്, മുള. സത്, ഉറപ്പുള്ള അല്ലെങ്കിൽ ദൃഢമായ. ഗന്ന, കരിമ്പ്. രസ്, സ്വാദ് അല്ലെങ്കിൽ രസം. എന്താണ് ഇവിടെ പറയുന്നത്? മൗസംബി മീഠി ഹേ തെ നീമ്പു ഘട്ടാ ഹേ. മൂസമ്പി പഴം വളരെ മധുരമുള്ളതാണ്, എന്നാൽ നീമ്പു ഘട്ടാ ഹേ, നാരങ്ങ പുളിയുള്ളതാണ്. യക്കീനൻ ജാദു ആത്താ ഹേ, തീർച്ചയായും ഭൂമിക്ക് മാജിക് അറിയാം. നമ്മൾ പറഞ്ഞു പഴവർഗ്ഗങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ സ്വാദുകളാണ് ഉള്ളതെന്ന്. മധുരമുള്ളതും പുളിയുള്ളതുമായ പഴവർഗ്ഗങ്ങളും നമ്മുടെ ഈ ഭൂമിയിൽ വളരെ സുലഭമാണ്. ഇതെല്ലാം ഭൂമിയുടെ മായാജാലമാണ് എന്നാണ് കവി പറയുന്നത്. വഗർന ബാംസ് ഫീക്ക സത് ഓർ ഘന്നോ മേ രസ് ക്യോं ഹേ. കവിതയുടെ അവസാനവും കവിയുടെ സംശയം തീരുന്നില്ല, അല്ലേ? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മുള വളരെ ദൃഢമുള്ളതും അല്ലെങ്കിൽ ഉറപ്പുള്ളതുമാണ്, അതുപോലെ തന്നെ കഴിക്കാൻ പറ്റാത്തതുമാണ്, സ്വാദില്ലാത്തതാണ്, അല്ലേ? എന്നാൽ മുളകളെപ്പോലെ തോന്നിക്കുന്ന കരിമ്പുകളോ? കരിമ്പിനുള്ളിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ
വളരെ രസമുള്ള മധുരമുള്ള ജ്യൂസ് നിറച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇതും ഭൂമിയുടെ ഒരു മായാജാലം തന്നെ അല്ലേ? നമ്മുടെ ഈ കവിതയിൽ ഗുൽസാർജി വളരെ രസകരമായിട്ടാണ് ഭൂമിയുടെ ഓരോരോ മായാജാലങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് പഴങ്ങളും സുന്ദരമായ പല പല നിറത്തിലുള്ള പൂക്കളും വലിയ വലിയ മരങ്ങളും ഏത് പാനീയങ്ങളെയും വലിച്ചെടുക്കുന്ന കഴിവും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ജലസ്രോതസ്സുകളും വ്യത്യസ്ത സ്വാദുകൾ തരുന്ന പഴങ്ങളും രൂപങ്ങളിൽ ഒരേപോലെയും എന്നാൽ ഗുണത്തിൽ വ്യത്യാസം കാണിക്കുന്നതുമായ മുളയും കരിമ്പും എല്ലാം ഭൂമിയുടെ മായാജാലം തന്നെയാണ്. അപ്പോൾ കവിതയിൽ കവി എന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്? അതെ, ഭൂമിയുടെ ഈ പ്രത്യേകതകളെല്ലാം തന്നെ നമ്മൾ തീർച്ചയായും ആസ്വദിക്കണമെന്നാണ്. അതുപോലെ തന്നെ ഭൂമിയെ ഒരു കാരണവശാലും നശിപ്പിക്കാതെ ഈ മായാജാല പ്രവർത്തനങ്ങൾ എക്കാലവും നിലനിർത്തണം എന്നും കവി നമ്മോട് പറയുകയാണ്. ഗുൽസാർജി എഴുതിയ ഈ കവിത എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെയായിട്ടും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.